2 കുതിരകളെയും 70 ഒട്ടകങ്ങളെയും 60 അൻസാറുകളെയും ബാക്കി മുഹാജിരീങ്ങളാക്കപ്പെട്ട 313 സഹാബാക്കളെയും കൂട്ടി പുറപ്പെട്ട് 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തിന്റെ നേരെ, അവരുടെ കൂട്ടത്തിലാവട്ടെ 200 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, ആവേശം കൊടുക്കാൻ നർത്തകിമാർ, യഥേഷ്ടം വെച്ച് വളമ്പാൻ ഒട്ടകത്തിന്റെ മാംസം, ആടുകളുടെ മാംസം, എന്തിനും ഏതിനും പോന്ന കൈക്കരുത്തും മെയ്ക്കരുത്തുമുള്ള പടയാളികൾ, വാളുകൾ, കുന്തങ്ങൾ, ഇതെല്ലാമുള്ള 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടും റബ്ബിലുള്ള തവക്കുല് കൊണ്ടും പരാജയപ്പെടുത്തിയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. നിരായുധരും അശക്തരുമായിരുന്ന ഒരു ജനത അജയ്യരായ മറ്റൊരു ജനതയെ വിജയിച്ചടക്കിയ ചരിത്രം. പക്ഷെ ആ ബദർ യുദ്ധത്തെ പറ്റി ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ റമദാനിന്റെ 17-ാമത്തെ രാവിൽ ബദർ മാല പാടുകയും ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുകയും ചെയ്യുന്നത് മുതൽ ജീവിതത്തിലെ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് നടുവിൽ ബദരീങ്ങളെ കാത്തോളണേ എന്ന് ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയായി പരസ്യങ്ങളും മാധ്യമങ്ങളും പ്രകടിപ്പിക്കുന്നിടത്തേക്ക് വരെ ആളുകൾ ബദരീങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ബദർ? മക്കയിലെ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ഏതെങ്കിലും ചില സ്ത്രീകളെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ടല്ല, അധികാരം ലഭിക്കണം എന്ന ഉദ്ദേശത്തിലുമല്ല, മറ്റുള്ള ആളുകളുടെ സമ്പത്തുകൾ കൊള്ളയടിക്കണം എന്ന താല്പര്യത്തിലുമല്ല. മറിച്ച് എന്തിനായിരുന്നു ബദർ എന്നറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമെന്ത് എന്നറിയണം. 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോ മക്കയിലുള്ള ഭൂരിപക്ഷ ഗോത്രത്തിൽപ്പെട്ട ആളുകളും ചോദിച്ചു, മുഹമ്മദേ, നീ പറയുന്ന അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പമാരും കാരണവന്മാരും ചെയ്തതൊക്കെ തെറ്റാണെന്നല്ലേ അതിന്റെ ന്യായം? ഞങ്ങൾ ലാത്തയുടെ കബറിങ്കൽ പോകുന്നവരാണ്. ലാത്തയുടെ കബറിന്റെ അടുത്ത് ഞങ്ങൾ എണ്ണ കൊടുക്കും, പ്രാർത്ഥിക്കും, ആഗ്രഹം പറയും. സന്താന സൗഭാഗ്യത്തിനും പ്രശ്നപരിഹാരത്തിനും ലാത്തയെ കാക്കണേ, ലാത്തയെ സഹായിക്കണേ, ലാത്തയെ നിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നാണ് മുഹമ്മദ് നിന്റെ വാദം അല്ലേ? ആ വാദം നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ മക്കയിൽ വെച്ച് ഞങ്ങൾ കൊന്നുകളയും. നിരന്തരം പ്രവാചകൻ അതവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. ലാത്തയുടെ ഖബർ എന്ന ബിസിനസ് തകരും, ഉസ്സ എന്ന മരത്തിന്റെ ബിസിനസ് തകരും. അതുകൊണ്ട് മുഹമ്മദ് പറയുന്ന ഏകദൈവ വിശ്വാസം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വാദം, അതൊരിക്കലും മക്കയിൽ നടപ്പിലാക്കാൻ അവസരം കൊടുക്കരുത്. അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ മുഹമ്മദിനെ മക്കയിൽ വെച്ച് കൊല്ലണം. അതിനെല്ലാവരും ഒരുമിച്ച് കൂടുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. റബ്ബിന്റെ കാവലോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിന്റെ കൽപ്പന പ്രകാരം മദീനത്തേക്ക് നാടുവിട്ടു. മദീനയിലെത്തിയ റസൂലുള്ള ഇതേ പ്രബോധനം അവിടെയും നടപ്പിലാക്കി. മദീനക്കാരായ ആളുകളുടെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന സന്ദേശത്തിലേക്ക് അവർ ഒതുങ്ങാൻ തുടങ്ങി. ഈ വിവരം മക്കയിൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ കൽപ്പന കൊടുത്ത ആളുകൾ അറിയുകയും മുഹമ്മദിന്റെ വളർച്ച അപകടമാണ്, മദീന വളർന്നാൽ പിന്നെ മക്കയിലേക്ക് അത് വ്യാപിക്കും, മക്കയിലെ കബറുകളൊക്കെ നമ്മൾ നിരപ്പാക്കേണ്ടി വരും, മരിച്ചുപോയ ലാത്തക്ക് പുണ്യമില്ലെന്ന് പറയേണ്ടി വരും, ലാത്തയോടുള്ള പ്രാർത്ഥനകൾ പലതും നിർത്തേണ്ടി വരും. അതുകൊണ്ടൊരു മാർഗം, നമുക്ക് മദീനയിൽ ചെന്ന് മുഹമ്മദിനെ കൊല്ലണം. പക്ഷേ സാമ്പത്തികമായി കയ്യിൽ ഒന്നുമില്ലാത്ത അന്നത്തെ ഖുറൈശ് ഗോത്രം, വ്യത്യസ്ത ഗോത്രങ്ങൾ മദീനയിൽ ചെന്നൊരു യുദ്ധം നയിക്കാൻ, പണമുണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം തെരഞ്ഞെടുത്തു. വലിയൊരു കച്ചവടത്തിനിറങ്ങാം. മദീനയിലുള്ള മുഴുവൻ ആളുകളുടെയും സമ്പത്തുകൾ ശേഖരിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അവരോരോരുത്തരും കൊടുത്ത പണവുമായി അബൂ സുഫിയാൻ വലിയൊരു കച്ചവടവും ആ കച്ചവട ലാഭവും സ്വപ്നം കണ്ട് സിറിയയിലേക്ക് പുറപ്പെട്ടു. ആ വിവരം പടച്ച റബ്ബിന്റെ വഹീ പ്രകാരം മദീനയിൽ ഇരിക്കുന്ന റസൂലുള്ളാഹി അറിഞ്ഞു. അള്ളാന്റെ കൽപ്പന വന്നു, റസൂലേ,
ആ കച്ചവടമെങ്ങാനും വിജയിക്കുകയും പണം കൂടുകയും ചെയ്താൽ മക്കക്കാര് മദീനയിൽ വന്ന് ആക്രമിക്കും, മദീന മൊത്തം അവർ നശിപ്പിക്കും. അതുകൊണ്ട് താങ്കൾ ആ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ, തടയാൻ വേണ്ടി പുറപ്പെടണം. സഹാബാക്കളോട് റസൂലുള്ള ആവശ്യം പറയുകയും 313 സഹാബാക്കൾ അതിന് സന്നദ്ധരാവുകയും ചെയ്തു. ആ സഹാബത്തിന്റെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് പോയി വരുന്ന കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ റസൂലും സഹാബത്തും പുറപ്പെട്ടപ്പോ ചാരന്മാരും മുഖേന ആ വിവരമറിഞ്ഞ കച്ചവടക്കാരുടെ നേതാവ് അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ ആ വിവരം അള്ളാന്റെ റസൂലും സഹാബത്തും അറിയുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ആ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ അവര് പുറപ്പെടുകയും ബദർ എന്ന ആ പ്രദേശത്ത് അവർ തമ്പടിക്കുകയും ചെയ്തു, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ. പക്ഷേ അത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിൽ മദീനയിലെത്തുകയും മദീനത്തന്ന് ശത്രുക്കളുടെ നേതാവായ അബൂജഹലിനോട് വിവരം പറഞ്ഞു, മുഹമ്മദ് അവന്റെ കുറച്ചാളുകളെയും കൂട്ടി നമ്മളെ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ വന്നിട്ടുണ്ട്. അവര് ബദറിലുണ്ട്, പക്ഷെ അവര് കാണാതെ ഞങ്ങൾ മക്കയിലേക്ക് എത്തിയതാ. പക്ഷേ വാശിയും ദുരയും ഒത്ത അബൂജഹൽ ഉടനെ ഒരു തീരുമാനമെടുത്തു, എങ്കിൽ ഇതാണ് അവസരം, ബദറിൽ വെച്ച് മുഹമ്മദിനെ കൊന്നുകളയാം. പോകരുത് എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടും കഅബന്റെ അരികിലേക്ക് വന്ന് കഅബന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾ മുഹമ്മദിനെതിരെ യുദ്ധത്തിന് പോകുകയാണ്, നീ സത്യത്തെ വിജയിപ്പിക്കണം. ആ ചരിത്രത്തിലുണ്ട്, അന്ന് മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. എന്നിട്ട് എന്തിനാ അവര് റസൂലുള്ളാന്റെ ശത്രുവായത്? അള്ളാഹുവിന്റെ കൂടെ മരിച്ചുപോയ ലാത്തയോട് പ്രാർത്ഥിച്ചപ്പോ, ലാത്തയോട് സങ്കടം പറഞ്ഞപ്പോ, ലാത്തയുടെ കബർ കെട്ടിപ്പൊക്കിയപ്പോ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 900-ൽ പരം വരുന്ന ശത്രു സൈന്യം എന്തിനും സന്നദ്ധരായി ബദറിലേക്ക് പുറപ്പെട്ടു. അവര് ബദറിലെത്തിയപ്പോഴാണ് റസൂലുള്ളാക്കും സഹാബത്തിനും ബോധ്യപ്പെട്ടത്, കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്, അബൂജഹലാണ് സൈന്യത്തിന്റെ നേതാവായി വന്നത്, അവര് നമ്മളെ കൊല്ലും എന്ന തീരുമാനത്തിലേക്ക് എത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ ബദറിൽ സഹാബാക്കളും റസൂലുള്ളയും കാത്തിരിക്കുമ്പോ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, എന്ത് ചെയ്യണം സഹാബത്തെ, മടങ്ങിപ്പോണോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യണോ? സഹാബത്ത് റസൂലിനോട് തിരിച്ചു പറഞ്ഞു, പ്രവാചക, ഞങ്ങളുടെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാത്ത കാലം വരെ താങ്കളോടൊപ്പം ഞങ്ങളുണ്ടാകും. ഞങ്ങളെ മയ്യത്തിൽ നിന്നും കഴുകന്മാര് മാംസം കൊത്തിവലിക്കുന്ന നിമിഷം വരെ നിങ്ങളോടൊപ്പം ഞങ്ങൾ പടപൊരുതും. ആ സമയത്ത് റസൂലുള്ള റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദു ഫിൽ അർളി അബദ. അഥവാ റബ്ബേ, ഈ കുഞ്ഞു സൈന്യത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ, എന്റെ കൂടെയുള്ള 313 പേരെ നീ നശിപ്പിച്ചാൽ, ലൻ തുഅബദു ഫിൽ അർളി അബദ, നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്ന ഒരു ജനത പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല റബ്ബേ. ഉടനെ അല്ലാഹു തആല വഹീ കൊടുത്തു, നബിയെ, ഒന്നുകിൽ കച്ചവട സംഘം അല്ലെങ്കിൽ ഈ സൈന്യം അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരും. ആ ഉറപ്പ് കിട്ടിയതോടുകൂടി റസൂലും സഹാബത്തും യുദ്ധത്തിന് സന്നദ്ധരായി. ആദ്യമായി സഹാബത്തിനെ സഫാക്കി നിർത്തി. ഈ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ സഫ് നിർത്തി, രണ്ടാമത്തെ സഫിലേക്ക് സഹാബത്തിനെ നിർത്തുമ്പോ നമസ്കാരത്തിന് സമയമായി. റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, മുൻഭാഗത്തുള്ളവർ സുജൂദ് പോകുമ്പോൾ പിൻഭാഗത്തുള്ളവർ പോകരുത്, ആക്രമണം വരുന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കണം. ശരി, മുൻഭാഗത്തുള്ളവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിൻഭാഗത്തുള്ളവർ സുജൂദ് പോകണം, അവരെ സംരക്ഷിക്കാൻ മുൻഭാഗത്തുള്ളവരുണ്ടാകണം. ആലോചിച്ചു നോക്കൂ, നിർണായകമായ യുദ്ധത്തിന്റെ പടക്കളത്തിൽ പോലും റസൂലുള്ള നമസ്കരിപ്പിച്ചിട്ടുണ്ട്, നമസ്കാരത്തിന് ഗൗരവം കൊടുത്തിട്ടുണ്ട്. ഇന്ന് യുദ്ധമല്ലെങ്കിൽ പോലും നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കാത്തവർക്ക് ആ ബദർ എന്ന രണാങ്കണത്തിൽ ചരിത്രങ്ങളുണ്ട്. പിന്നീട് തന്റെ സഹാബത്തിനെ സഫാക്കി നിർത്തുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തൗഹീദിനായി മരണം കൺമുൻപിൽ കണ്ടിട്ടും അതിലേക്ക് ചാടിയിറങ്ങുന്ന സഹാബത്ത്. സഫ് നിൽക്കുന്നതിനിടയിൽ തന്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഓരോ സഹാബത്തിനെയും റസൂലുള്ള അങ്ങനെ തട്ടി നേരെയാക്കും. ഒന്ന് നേരെ നിൽക്കണം, യുദ്ധത്തിനിറങ്ങുകയാണ്. അങ്ങനെ തട്ടുന്നതിനിടയിൽ അള്ളാന്റെ റസൂലിന്റെ തട്ടുകൊണ്ട് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അതേ സവാദ്, എന്നിട്ട് എന്തിനാ താങ്കൾ എന്നെ തല്ലിയത്? വടികൊണ്ട് താങ്കൾ തച്ചതെനിക്ക് നൊന്നിട്ടുണ്ട്, എനിക്ക് പ്രതികാരം ചെയ്യണം. ഇസ്ലാമിൽ തച്ചതിന് തിരിച്ചു തല്ലലാണെങ്കിൽ എനിക്ക് താങ്കളെ തിരിച്ചു തല്ലണം. കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ഓരോരുത്തരും
വെപ്രാളപ്പെട്ട് സവാദിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, സവാദ്, എന്തിനാ താങ്കൾക്ക് ഈ ദേഷ്യം? സവാദിന്റെ വാശി, എനിക്ക് തിരിച്ചു തച്ചേ മതിയാകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി സഹാബത്തിനെ ആശ്വസിപ്പിക്കുകയും എന്നിട്ട് വടി സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സവാദ്, താങ്കൾ എന്നെ തിരിച്ചടിച്ചോ? വീണ്ടും സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, താങ്കൾ എന്റെ വയറ്റത്താ അടിച്ചത്, താങ്കളുടെ വയറിന് എനിക്ക് തിരിച്ചടിക്കണം. സഹാബാക്കളും ഉമർ ഇബ്നുൽ ഖത്താബും സവാദിനെ കൊല്ലാൻ കണക്കാക്കി വന്നപ്പോൾ റസൂൽ പറഞ്ഞു, ലാ യാ ഉമർ, വേണ്ട ഉമറേ, അവൻ എന്നെ തിരിച്ചടിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുപ്പായം പൊക്കി പ്രവാചകന്റെ വയറ് സവാദ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു. കയ്യിലുള്ള വടിക്കഷണം നിലത്തേക്കിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് വയറ് നിറയെ ഉമ്മ കൊടുക്കുമ്പോ സഹാബാക്കളും റസൂലും ചോദിച്ചു, എന്താ സവാദെ ഈ കാണിക്കുന്നത്? സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, ഈ യുദ്ധത്തിന് ശേഷം ഇനി ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ യുദ്ധത്തോടു കൂടി എന്റെ ആയുസ് റബ്ബ് തീരുമാനിച്ചാൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ എത്തുന്നതിന്റെ മുൻപ് അള്ളാഹുവിനോട് എനിക്ക് പറയാൻ പറ്റണം, എന്റെ അവസാനത്തെ ചുംബനം ഹബീബായ റസൂലുള്ളാഹിന്റെ ഉദരത്തിലായിരുന്നെന്ന്. ആ ചുംബനം കൊണ്ട് പടച്ചോൻ എനിക്ക് പ്രത്യേക സ്ഥാനം നൽകുമെങ്കിൽ ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ റസൂലേ, അല്ലാതെ താങ്കളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. മരണം കൺമുൻപിൽ കണ്ടാലും ശരി, എനിക്ക് എന്റെ ഹബീബിനെ ഒന്ന് തൊടണം, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അഥവാ കൺമുൻപിൽ മരണം കണ്ടിട്ടും അള്ളാഹുവിന് വേണ്ടി അവർ സഹിച്ച ത്യാഗം. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സഹാബത്തിനെയും നിരക്കുന്ന അവസ്ഥയിൽ നിർത്തുമ്പോ വളഞ്ഞു കുത്തി നിൽക്കുന്ന ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. റസൂൽ അടുക്കിൽ ചെന്ന് ചോദിച്ചു, ഉമൈർ, ഒരു നിർണായക ഘട്ടത്തിലാ നമ്മൾ, ഒരു യുദ്ധത്തിൽ, അതുകൊണ്ടൊന്ന് സഫാക്കി നേരെ നിൽക്ക്, നമുക്ക് പടപൊരുതാനുള്ളതാ. ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പട്ടിണി കൊണ്ടാ, എനിക്ക് നേരെ നിൽക്കാനുള്ള കഴിവില്ല നബിയെ, അത്രക്ക് ഞാൻ പട്ടിണിയാ. 3 ദിവസങ്ങളിലധികമായി പച്ചവെള്ളം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും താങ്കൾ യുദ്ധത്തിന് വിളിച്ചപ്പോ എന്റെ കിടക്കുന്ന കട്ടിൽ വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുന്തം വാങ്ങി ഞാൻ താങ്കളോടൊപ്പം യുദ്ധത്തിന് വന്നതാ. അതുകൊണ്ട് റസൂലേ, ഈ കുന്തം ഒന്ന് നേരെ പിടിക്കാനെങ്കിലും എനിക്ക് എന്റെ വിശപ്പകറ്റണം, ഒരു കാരക്ക തന്ന് സഹായിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലും കാരക്കയില്ല. ഓരോ സഹാബത്തിനോടും ചോദിച്ചപ്പോ അവസാനം ഒരു സഹാബി അദ്ദേഹത്തിന്റെ കോന്തലയിൽ നിന്ന് തുണിയുടെ അരികിൽ തിരികെ വെച്ചൊരു കാരക്ക എടുത്തു കൊടുക്കും. ആ കാരക്ക കീറി അതിന്റെ ഒരു കഷണം ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നീട്ടി റസൂൽ പറയും, ഉമൈറെ, വിശപ്പകറ്റ്. ആ നിമിഷം സഹാബത്തിന്റെ പട്ടിണിയും അവരുടെ ആ ആവേശവും കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോ ആകാശത്തേക്ക് നോക്കിയപ്പോ അള്ളാന്റെ വഹി ഇറങ്ങി, റസൂലേ, സങ്കടപ്പെടരുത്, താങ്കളോടൊപ്പം നിൽക്കുന്ന ഈ ഉമ്മത്തിന് അല്ലാഹ് സ്വർഗമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇവരാരും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായാലും ഇല്ലെങ്കിലും അള്ളാന്റെ സ്വർഗം അവർക്കുണ്ടെന്ന് അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വായിലേക്ക് കാരക്ക വെക്കാൻ ഒരുങ്ങുന്ന ഉമൈർ റളിയല്ലാഹു അൻഹു കേൾക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞു, സഹാബത്തെ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു റബ്ബിന്റെ സ്വർഗം. വായിലേക്ക് വെക്കാൻ ഒരുങ്ങുന്ന കാരക്ക ആ വായിൽ നിന്നും പിടിച്ചു മാറ്റി ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ കാരക്ക തിന്നുന്നതിന്റെ മുൻപ് ഞാൻ ആ യുദ്ധത്തിൽ മരിച്ചാലും എനിക്ക് സ്വർഗം കിട്ടുമോ? കിട്ടും ഉമൈർ, എങ്കിൽ ഈ കാരക്ക എന്നേക്കാൾ അവകാശികൾക്ക് കൊടുക്കണം. റസൂലുള്ളാഹിന്റെ മുൻപിൽ നിന്ന് യുദ്ധക്കളത്തിലേക്ക് ചാടുകയും ഷഹീദായ 13 പേരിൽ ഒരാൾ ഈ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നും ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ ഏത് അനുഗ്രഹങ്ങൾ തടയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈമാനിന്റെ കരുത്തുകൊണ്ട് അവർ അള്ളാഹുവിന് വേണ്ടി പടപൊരുതിയതായിരുന്നു ബദർ. എന്തിനു വേണ്ടി? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി. കാരണം അവർക്കറിയാം അവരാണ് ശരി എന്ന്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറയുന്നുള്ളൂ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ പാതയാ ശരി എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ചരിത്രത്തെ പറ്റി റബ്ബ് പഠിപ്പിച്ചതും, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത. ബദറിൽ 2 സൈന്യവും ഏറ്റുമുട്ടിയ രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഫിഅത്തുൻ തുഖാത്തിലു ഫീ സബീലില്ലാഹ്, അവരിൽ ഒരു കൂട്ടർ അല്ലാഹുവിന് വേണ്ടി പണിയെടുത്തവരും അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തവരുമായിരുന്നു. വ ഉഖ്റാ കാഫിറത്തുൻ, എതിർ വിഭാഗം കാഫിരീങ്ങളായിരുന്നു. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചു പോയ അബൂജഹലിന്റെ പാർട്ടി കാഫിരീങ്ങളുടെ പാർട്ടിയാണ് റബ്ബ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിറങ്ങിയ ശത്രുക്കളുടെ പാർട്ടി കാഫിരീങ്ങളുടെ പാർട്ടിയാണെന്ന് റബ്ബ പരിചയപ്പെടുത്തുന്നത്. കാരണം അള്ളാഹുവിനോടൊപ്പം അവർ ലാത്തയെ പ്രാർത്ഥിച്ചിരുന്നു.
ലാത്തയെ കാക്കണേ, ലാത്തയെ സഹായിക്കണേ എന്നവർ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, അവര് കാഫിരീങ്ങളാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ബദറിൽ റബ്ബിന്റെ സഹായം ഇറങ്ങി. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. റസൂലേ, ഒരു പിടി മണൽ വാരി ശത്രുവിന്റെ നേരെ താങ്കൾ എറിയണം. ആ എറിയുന്ന മണൽത്തരികൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ശക്തികളായ മലക്കുകൾ ഇറങ്ങും എന്ന് റബ്ബിന്റെ വഹി കിട്ടുകയും റസൂലുള്ള മണലെറിയുകയും അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായത്താൽ 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തിനെ നിഷ്കരുണം പ്രവാചകൻ കീഴ്പ്പെടുത്തുകയും നിരവധി പേരെ തടവിലാക്കുകയും നിരവധി പേര് കൊന്നൊടുക്കപ്പെടുകയും ചെയ്തു. ബദർ എന്ന 2-ാം ഗണത്തിൽ അവസാനം മുസ്ലിം ഉമ്മത്ത് വിജയം കൈപ്പിടിയിലൊതുക്കുകയും അവരാശ്വാസത്തോടെ റബ്ബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റബ്ബേ, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ജനത ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് നാഥ. അഥവാ അവർ യുദ്ധം ചെയ്തതും അവർ അള്ളാഹുവിന് വേണ്ടി പടപൊരുതിയതും പണത്തിനു വേണ്ടിയോ അധികാരത്തിനു വേണ്ടിയോ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നിട്ട് റബ്ബ് ബദരീങ്ങളോട് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അള്ളാന്റെ സ്വർഗം ഉറപ്പിച്ചു. അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗം ഉറപ്പിച്ചു. അതുകൊണ്ട് നബിയെ അവരോട് പറയണം, ബദരീങ്ങളെ, നിങ്ങൾ എന്തും ചെയ്തോളൂ. അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കി. നിങ്ങൾ ആരും നരകത്തിലേക്ക് പോകില്ല. നിങ്ങൾ എന്തൊക്കെ പാപം ചെയ്താലും ശരി, അത് അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന റബ്ബിന്റെ സർട്ടിഫിക്കറ്റോടുകൂടി അന്ന് ബദറിൽ നിന്നും ബദരീങ്ങൾ മടങ്ങി. 314 സഹാബാക്കളിൽ 14 സഹാബാക്കൾ വഫാത്തായി, കൊല ചെയ്യപ്പെട്ടു. ബാക്കി 300 പേര് റസൂലുള്ളാന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് തന്നെ മടങ്ങി. ആ ബദരീങ്ങളെ ബദറിലേക്ക് പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത് റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വിഷയത്തിന്റെ പേരിലാണ്. മക്കക്കാർ റസൂലിന്റെ ശത്രുക്കളായത് ലാത്തയോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. പക്ഷെ ഇന്നോ അതേ റമദാൻ 17-ന് ഇതേ ബദരീങ്ങളോട് ആ പ്രാർത്ഥന നടത്തുന്നത്. ബദരീങ്ങളെ കാക്കണേ. ഏത് ലക്ഷ്യത്തിനും എന്ത് കാര്യത്തിനും വേണ്ടിയാണോ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തത്, ആ വിഷയം മറന്നിട്ടും അല്ലെങ്കിൽ ആ വിഷയത്തെ മാറ്റിമറിച്ചിട്ടും ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളുടെ മൗലൂദ്, ബദരീങ്ങളോടുള്ള പ്രാർത്ഥന, ബദരീങ്ങളുടെ ആണ്ട്, ബദരീങ്ങൾക്കുള്ള ഭക്ഷണം രഹസ്യമായും പരസ്യമായും അതിൽ പങ്കെടുക്കുന്ന മുസ്ലിം സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. റമദാൻ 17-ന് മാത്രം ഒരു ഇഫ്താറിന്റെ ക്യാമ്പ് ബദരീങ്ങളുടെ ആണ്ടിന്. കുടുംബത്തിൽ പോലും നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ബദരീങ്ങളുടെ ആണ്ടിന്. ആൾക്കാർക്കൊരു വിശ്വാസം, ബദരീങ്ങളെ ആണ്ടിനാകുമ്പോ അതിനിച്ചിരി പ്രത്യേകത കൂടും. റമദാനിന്റെ 17 ദിവസത്തിന്റെ പ്രാധാന്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ അത്രമാത്രമുണ്ടെന്ന് പഠിപ്പിച്ചപ്പോ ഈ 16 ദിവസവും പള്ളിയേറ്റ് നടക്കാത്തവനും 17ാമത്തെ ദിവസം പള്ളിയിൽ വരുന്നു ബദറിന്റെ ആണ്ടിന്, ബദർ മാല പാടാൻ. എന്ത് ലക്ഷ്യത്തിനാണോ ബദരീങ്ങൾ വന്നത്, ആ ലക്ഷ്യം തള്ളിക്കളയുകയും ആ ലക്ഷ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ബദരീങ്ങളെ ചില ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ മനുഷ്യരെ ഇത് ചെയ്യുന്നതും, എന്തിനാ ബദറെന്നും ചോദിച്ചപ്പോ ഈ ആഘോഷ കമ്മിറ്റിക്കാര് തന്നെ പറയുന്നു, ബദരീങ്ങളെ ആണ്ട് കഴിക്കാൻ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ. ഇന്നും മുസ്ലിം ഐഡന്റിറ്റിയായി മാധ്യമങ്ങൾ പോലും കാണിക്കുന്നത് ബദരീങ്ങളെ, നിന്റെ ബദരീങ്ങളെ, നിന്റെ മമ്പർത്തങ്ങളെ എന്ന നിലക്കാണെങ്കിൽ അത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകനോടും ഒട്ടിയ വയറുമായി ബദറിൽ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്ത ബദരീങ്ങളോടും കാണിക്കുന്ന നന്ദികേട. അങ്ങനെയല്ല ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്. അവര് നേടിയെടുത്ത വിശ്വാസത്തിന്റെ കരുത്ത്, ഒട്ടിയ വയറാണെങ്കിലും ജീവിക്കാൻ പാകുന്നില്ലെങ്കിലും അള്ളാഹുവിന് വേണ്ടി അവർ കണ്ടെത്തിയ ത്യാഗം, പലതും തടയപ്പെട്ടിട്ടും ഒരു നല്ല വീടില്ല, ഒരു നല്ല വാടില്ല, ഒരു നല്ല ഭക്ഷണമില്ല, എന്നിട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാനിൽ മുണ്ട് മുറുക്കിയുടെ തവര് കാണിച്ച ആ വിശ്വാസത്തിന്റെ കരുത്തുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ റബ്ബ്, ആ റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കല ബദരീങ്ങളോടുള്ള സ്നേഹം. അല്ലാതെ അന്ന് ആണ്ട് കഴിച്ച് മൂക്കുമുട്ട കറച്ചു തിന്നലും ഭക്ഷണമൊരുക്കലും ഒന്നുമല്ല. ഇന്നങ്ങനെയാ ചിലർ ആ ബദരീങ്ങളെ ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് മാറി ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് ആ വിശ്വാസ കരുത്തും ആദർശ ത്യാഗവും പടച്ച റബ്ബിനോടുള്ള അടങ്ങാത്ത മഹബത്തും നമ്മൾക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ബദരീങ്ങളുടെ ദറജയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവരുടെ താഴെ നിൽക്കാനെങ്കിലും അള്ളാഹു നമുക്ക് അവകാശം നൽകും.
അങ്ങനെ ബദരീങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.